ഹേയ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞ് ഗെയിം ഓപ്പൺ ആയിരിക്കുകയാണ് ഗൈസ്. കുറച്ച് പ്ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം കൊണാമി മെയിൻ്റനൻസിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. തികച്ചും മികച്ചൊരു കൊണ്ടുവരൽ തന്നെയാണ് കൊണാമി ഈ തവണ കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ അപ്പം മെയിൻ്റനൻസൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 8 MB ഒരു ഡൗൺലോഡ് ഡാറ്റ ഡൗൺലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. ഗായ്സ്, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്ത് തരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക. ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗായ്സ്, അപ്പോൾ ഡാറ്റയൊക്കെ ഡൗൺലോഡായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആവാൻ പോവുകയാണ്. എന്തൊക്കെയാണ് കൊണാമി കൊണ്ടുവന്നിട്ടുള്ളത് നമുക്കൊന്ന് കാണാം ഗായ്സ്, കാണാം. എൻ്റെ മോനെ, എപ്പിക്കിൻ്റെ നോക്കണ്ട ഗായ്സ്, നാഷണൽ അറ്റാക്കേഴ്സിൻ്റെ. എൻ്റെ മോനെ, കോളർ, അതുപോലെ തന്നെ സിക്കോ, പിന്നെ മറ്റേ പ്ലെയർ ചെയ്താൽ അറിയില്ല ഗൈസ്, നമുക്ക് പേരറിയില്ല. എൻ്റെ മോനെ, അടിപൊളി പ്ലേയേഴ്സിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ POTWയിൽ കുറച്ച് പ്ലേയേഴ്സിന് കൊണ്ടുവന്ന കാര്യം ഇൻസ്റ്റയിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം ഗൈസ്. എൻ്റെ മോനെ, കണ്ടില്ലേ, ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള POTWയിൽ കൊണ്ടുവന്ന സലാഹിനെ, അതുപോലെ തന്നെ കോവസിച്ച്, അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സിന് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഫുള്ള് നോക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഗായ്സ്, ഇതിലൊക്കെ പിന്നെ ഇതിൽ പീറ്റർ ചെക്കിൻ്റെ അതുപോലെ തന്നെ മാൾഡീൻ്റെ കാർഡൊന്നും പോയിട്ടില്ല ഗൈസ്. അത് തിങ്കളാഴ്ച അവിടെ പോവും. എൻ്റെ മോനെ, കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്, ഇഷ്ടം പോലെ പ്ലേയേഴ്സിനെ. പിന്നെ ജെ ലീഗത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ഡെയിലി ഗെയിം ആദ്യം തന്നെ നമുക്കത് ക്ലിയർ ചെയ്ത് കളിയാം. കൊണാമി ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു 3 പ്ലേയേഴ്സിനെ കൊണ്ടുവരും എന്നുള്ളത്. അത് കൊണാമി കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. 3 പ്ലേയേഴ്സ്. സലാഹ് അവിടെ കൺഫേം തന്നെയായിരുന്നു. ഗൈസ്, അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഏത് ലാപ്പിലാണിപ്പോൾ ഉള്ളതെന്ന് എല്ലാവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ലാപ്പ് 37 എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താണ്, കോൺട്രാക്റ്റ് പോവുക, പുതിയ പാക്ക് ഏതൊക്കെയാണെന്ന് നോക്കുക. അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഗായ്സ്, നിങ്ങൾക്ക് ഇവിടെ കാണാം ജെ ലീഗ്, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പിക് കാർഡുകളിൽ നിന്ന് നാഷണൽ അറ്റാക്കേഴ്സിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ കോളർ, അതുപോലെ തന്നെ സിക്കോ, പിന്നെ ബിസ്റ്റിക്കുഡ എന്ന് പറഞ്ഞ ഒരു പ്ലെയറും കൂടി വന്നിട്ടുണ്ട്. 3 പ്ലെയേഴ്സ്, എപ്പിക് പ്ലെയേഴ്സിനാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അർജന്റീന പ്ലെയർ, അതുപോലെ തന്നെ ഈ ബ്രസീൽ പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മോനെ, കോളറിനൊക്കെ നോക്കാം ഗൈസ്. അതുപോലെ തന്നെ സിക്കോ, അത്യാവശ്യം നല്ല പ്ലെയറിനാണ് സിക്കോ, എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ POTWയിൽ കൊണ്ടുവന്നിട്ടുള്ള പ്ലേയേഴ്സിന് ഫുൾ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇതിൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു സാക്കയുടെ കാർഡ് അതിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ സാക്ക എന്താ പറയുക, ഒരു ബൂസ്റ്റായിട്ട് ഇതിൽ കാണുന്നില്ല. ബൂസ്റ്റ് ഉള്ളത് ഒന്ന് കോവസിച്ച്, അതുപോലെ തന്നെ സിർക്കസി, അതുപോലെ തന്നെ പിന്നെ ഫുജിമോട്ടോ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ കൂടിയുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്നത് ലെവൻഡോസ്കി, സല, അതുപോലെ തന്നെ സക്ക, ഇവർ 3 പേരാണ് ഉള്ളത്. ഗൈസ്, 2024-25 POTW ആണ് ഇതിൽ കാണുന്നത്. ഗൈസ്, അപ്പോൾ ഇത് ഇങ്ങനെ POTW 24 and 25 എന്ന് കാണാനുള്ള കാരണം എന്ന് പറയുന്നത്, ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി 2025 അപ്ഡേറ്റ് മാറാൻ പോവുകയാണ് ഗൈസ്. 2025 അപ്ഡേറ്റ് വരികയാണ്. പിന്നെ നോമിനേറ്റിങ്ങിലൊന്നും പ്ലേസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ മിഷൻസിലൊക്കെ കോയിൻ ആഡ് ചെയ്ത് നോക്കാം ഗൈസ്, നോക്കാം. ഉണ്ട് ഗൈസ്, കുറച്ച് കോയിൻസ് കൂടി ഇതിൽ അവൈലബിൾ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. മിഷൻസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് പാസിൻ്റെ കാര്യത്തിൽ 500 പ്രീമിയത്തിന് 500 രൂപയേ ഉള്ളൂ, 500 കോയിനേ ഉള്ളൂ. വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യുക. പിന്നെ ഗൈസ്, നമുക്ക് നോക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
നമുക്ക് നേരെ ഇവൻറ്റിലേക്കാണ് പോകുന്നത്. ഇവൻറ്റിൽ ടംബ്ലി ഫൺ പെനാൾട്ടി ഷൂട്ട് ഔട്ട് കൊണാമി കൊണ്ടുവരുന്നതാണ്. കോനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. പെനാൾട്ടി ഷൂട്ട് ഔട്ട് അൺലിമിറ്റഡിൽ ഒരു 50 കോയിൻ കാണാൻ സാധ്യതയില്ല ഗൈസ്. കൊണാമി ഇത്തവണ അൺലിമിറ്റഡ് ഇല്ല, പക്ഷേ സ്പാനിഷ് ലീഗിൽ 50 കോയിൻ മാത്രമേ ഇത്തവണ നമുക്ക് സ്പിൻ ചെയ്യാനുള്ളൂ. കോപ്പി മാച്ചൊന്നും ഇല്ല. പിന്നെ ഫ്രീ ട്രൈ ഉണ്ട് കേട്ടോ. POTWൻ്റെ ഒരു ഫ്രീ ട്രൈ ഉണ്ട്, സ്പാനിഷ് ലീഗിലാണ്. കണ്ടില്ലേ, ലാസ്റ്റായിട്ടൊരു ഫ്രീ ട്രൈ കാണും. അല്ലാതെ ഇതിൽ വേറൊന്നും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്നാലും നമുക്ക് ഒരു എപ്പിക് പ്ലേയേഴ്സ് ആയിട്ട് കാണുന്നത് നമ്മുടെ സിക്കോ, അതുപോലെ തന്നെ നമ്മുടെ കോളർ എന്നീ പ്ലേയേഴ്സാണ്. നല്ല റേറ്റിംഗ് ഉള്ള പ്ലേയേഴ്സാണ്, നല്ല കളിക്കുന്ന പ്ലേയേഴ്സാണ് ഗൈസ്. വേണ്ടവരൊക്കെ ഒന്ന് കറക്കി നോക്കുക. സോ അതുപോലെ തന്നെ 2025 അപ്ഡേറ്റ് വരികയാണ്. എല്ലാവരും ഒന്ന് എന്താ പറയുക, ഓൾഡ് പ്ലേയേഴ്സിനെയൊക്കെ എന്താ പറയുക റിലീസാക്കിയിട്ട് കോൺട്രാ റിന്യൂവലിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതാണ്. സോ എൻ്റെ കോൺട്രാ റിന്യൂവൽ ഉണ്ടോയെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ നോക്കിയിട്ടില്ല. കുറച്ച് പ്ലേയേഴ്സിനെ കഴിഞ്ഞ ദിവസം നമ്മൾ റിലീസാക്കി കഴിഞ്ഞതാണ്. 10 ഡേയ്സിന് 120 ഐറ്റം ഉണ്ട്. 60 ഡേയ്സിൻ്റെ ഇത് കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാണ് എൻ്റെ ഇല്ലാത്തത്. 60 ഡേയ്സിൻ്റെ ഒക്കെ നമ്മളെ ഡെയിലി ഗെയിമിൽ ഉണ്ടായിരുന്നതാണ്. 13ാമത്തെ ലാപ്പിൽ അങ്ങനെയായിരുന്നു തോന്നും. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ 10 ഡേയ്സിൻ്റെ എൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യുക. അതിലായിരിക്കും നമ്മുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.